so long. We've been waiting for this time to begin. കിട്ടുന്നില്ല. ഇനി അടുത്തേക്ക് ഇങ്ങോട്ടോ മോനെ ഇതിന്റെ മുകളിൽ ഇത് വെക്കണം കേട്ടോ. ആ തൊട്ടപ്പുറത്ത് ഇതിന്റെ മുകളിൽ കൊടുക്ക്. ബലൂൺ കൊടുക്കും ഞാൻ. ആ അയാൾക്കുള്ളി എനിക്ക് നിയന്ത്രണം അറിയാലോ. ഇതിന്റെ മുകളിൽ ബലൂൺ വെച്ചോ. ബലൂൺ കൊടുക്ക്. ആ ഇനി ഇത് വരുത്തിക്കോ. ആ വെട്ടണ്ട. ആ ഓക്കെ റെഡി. അപ്പൊ നമ്മൾ ഇതൊരു ഓക്കെ ഉയരാൻ പറ്റുമോ? ഭയങ്കര വലിയ ബലൂൺ വെച്ചോ. ബലൂൺ വെക്കും. ആ ശരി. അടുത്ത പരിപാടി ഞാൻ അതിന് വെച്ചിരിക്കുന്ന സയൻസ് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തിയാൽ പഠിക്കും കേട്ടാ. കൊണ്ട് ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് പറഞ്ഞ ഒരു രാസപദാർത്ഥം ഭാഷയിൽ ഒഴിച്ചത് ഇത് ഗ്ലിസറിൻ ഒഴിക്കുമ്പോൾ തീ ഉണ്ടായത് കേട്ടാ. അപ്പൊ അത് എന്ത് ചെയ്യുക, അതിന്റെ പെട്ടെന്നുള്ള ഒരു താപമോചക പ്രവർത്തനം ഓക്സിജൻ പുറത്തേക്ക് വന്നതാണ് ഉള്ളത്. ഒന്നുകൂടി കാണിച്ചു തരും ഭാഷ. ഓക്കെ. ഇനി നമ്മളെ മിടുക്കന്മാര് അത് വരുന്ന ഇവര് അഞ്ചാളാണ് ഇനി അടുത്ത പരീക്ഷണം കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ രണ്ട് കാര്യം ചോദിക്കുന്നത്. ആദ്യം ഇവിടെ ടേബിൾ മേശപ്പുറത്ത് എന്താ വെച്ചിരിക്കുന്നത്? മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? മെഴുകുതിരിയില് ഇവര് ഈ ബലൂൺ ഊതി ഉറപ്പിച്ച ബലൂൺ ഇങ്ങനെ കാണിക്കും. എന്നാ സംഭവിക്കരുത് കിട്ടുക ഉറപ്പായിട്ടും. ആ നമുക്ക് നോക്കാം. ഒന്ന് കാണിച്ചു നോക്ക്. എങ്ങനെ തോന്നി എനിക്ക്? പൊട്ടുന്നു വിചാരിച്ചത് അല്ലേ? ഓക്കെ ശരി. അപ്പൊ ഇനി ഇതിന്റെ കാര്യമൊന്നും മാഷ് പറഞ്ഞല്ല. വലിയ ക്ലാസ്സുകളൊന്നും പറയണ്ട. നമ്മൾ ബലൂൺ ഊതി ഉറപ്പിച്ചാൽ എന്ത് ചെയ്തു? ബലൂണില് വായുവാണ് ഉള്ളത് അല്ലെ? ഇത് ഇലാസ്റ്റിസിറ്റിയുള്ള സാധനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇത് കത്തുമ്പോ പെട്ടെന്ന് പൊട്ടി അല്ലെ? ശരിയല്ലേ? വെള്ളം നിറക്കുമ്പോൾ എന്ത് ചെയ്തു? താപം ആര് വലിച്ചെടുത്തു? വെള്ളം വലിച്ചെടുത്തു അല്ലെ? ജലം വലിച്ചെടുത്തുകൊണ്ട് എന്ത് ചെയ്തു? പൊട്ടിയില്ല. ഇനി ഇതെന്താ സംഭവിച്ചത് മാഷ്? അത് മറ്റൊരു കാര്യം അല്ലെ? കടലാസ് കത്തിച്ചിട്ട് മാഷിനെ കിട്ടും അല്ലെ? മുകളിലേക്ക് പോവുകയും അപ്പോൾ എന്ത് ചെയ്തു? അതിനുള്ളിൽ നമ്മൾ നേരെ ഉപയോഗിക്കുന്ന ഒരു ബലൂണ്ട്. അത് വലിയ ക്ലാസ്സിലെത്തിയിട്ട് നമ്മൾ പഠിക്കും. മർദ്ദം എന്നാണ് പറയുന്നത്. അപ്പൊ മർദ്ദം കുറഞ്ഞു. അപ്പൊ ഈ ബലൂൺ എന്ത് ചെയ്തു? താഴേക്ക് താണു അല്ലെ? അപ്പൊ ഇത് ബലൂണിനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നി. ഓക്കെ റെഡിയല്ലേ? ശരി. ആ പാത്രത്തിന്റെ പ്രത്യേകത കണ്ടോ? നോക്ക്. ആ റെഡി. തുടങ്ങിക്കോ. ഇതാ വെള്ളമെല്ലാം ഒഴിച്ചു കഴിക്കും. ഇതിലൊന്നും വെള്ളമില്ലേ? ഇത് നോക്കണം. റെഡി? ഒന്നും ഒഴിച്ചില്ലേ? ആ ഓക്കെ. എരിവണ എരിവണ ആ എരിവണ. ഈ പാത്രം ആർക്കെല്ലാം വേണം പറയും. ആ എല്ലാവർക്കും ടീച്ചർക്ക് കൊടുക്കാം കേട്ടാ. HM കൊടുക്കാം. എല്ലാവർക്കും ഓരോ പാത്രം തരാൻ വേണ്ടി പറയാം അല്ലെ? ഇതന്നല്ലേ നല്ല പരിപാടിയല്ലേ? ഇനി ഒന്നുകൂടി നോക്കിയട്ടെ. ഒന്നുകൂടി. ഇനി ഇവന്റെ കയ്യിൽ വേറൊരു പാത്രം ഉണ്ട്. അത് നോക്കിയട്ടെ. ആ മതി. എല്ലാം ഒഴിച്ചു. ഇനി ഇനിയും വേണ? വേണ? ആ ഇതാ ഇനിയും വേണ? ആ ഇനി ഇതിന്റെ തട്ടിപ്പ് പറഞ്ഞു തരണോ? വേണ? പറഞ്ഞു തരണ? അതിന് ഒരാളെ ഇങ്ങോട്ട് വാ. ബേക്കിലുണ്ട്. ബേക്കിലാ നിൽക്കുന്നവർ ഇങ്ങോട്ട് വാ. നീ ഇന്ന് ഇങ്ങോട്ട് വാ. നീ ഈ സാധനം എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ഇതെന്താന്ന് എങ്ങനെയാ മാത്രം ഒന്ന് നോക്കിയിട്ടല്ലേ പറഞ്ഞു കൊടുക്കും. ഇതിലെന്തെല്ലാം ഇല്ലെന്നില്ലേ ഒന്ന് പറഞ്ഞു കൊടുക്കും. എന്നാ പറയും. നീ പറയും. ഒന്ന് കാണിച്ചു കൊടുക്ക അവർക്ക്. അതിലെന്തെല്ലാം ഉണ്ട്? ദ്വാരം എവിടെയെല്ലാം ഉണ്ട് അതിലെല്ലാം പറഞ്ഞു കൊടുക്ക്. ചിരിയും വരുന്നുണ്ട്. എന്നാ എന്തെല്ലാം പറയും പറഞ്ഞു കൊടുക്കണ. പേരാണ് വിഷ്ണു. പറയും ഇതിൽ എന്തെല്ലാം ഉണ്ട് എന്ന് പറയടാ. ഞാൻ പറയുന്നതിനെക്കാണ്. എന്നാ പിന്നെ ഇത് ഇതാ. ഇനി ഏതായാലും ഓനിങ്ങനെ ചിരി മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം ഒരു പഴയ കാടിൽ നിന്ന് ഒരു സ്റ്റീലിന്റെ സാധനം വാങ്ങി, പാത്രം വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു ചെറിയ ദ്വാരം ഇട്ടു. എന്നിട്ട് ഇതിന്റെ ഉള്ളില് ഒരു ചെറിയ ഗ്ലാസ്, സ്റ്റീലിന്റെ ഗ്ലാസ് വെച്ചു.
സിമെന്റ് ഉറപ്പിച്ചു, എന്റെ ചെറിയ ദ്വാരം ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സാധാരണ നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കാറുണ്ട് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. മകന്ന് വെള്ളം എടുക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, നേരത്തെ വരുന്നതിന് മുമ്പേ തന്നെ ഇതിലെന്ത് ചെയ്തു, വെള്ളം നിറച്ചു. ഈ ഗ്ലാസിന്റെ ഇടയിലും ഇതിന്റെ ഭാഗത്തും വെള്ളം നിറച്ചു. ഓക്കെ, റെഡിയല്ലേ? ഇനി എന്ത് ചെയ്തു, മാഷിങ്ങനെ വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിക്കുമ്പോ ഇത് അമർത്ത് പിടിച്ചിട്ടാ ഒഴിക്കുന്നു. ഈ ഭാഗത്ത് അമർത്ത് പിടിച്ചിട്ടുണ്ട്, മനസ്സിലായല്ലോ? അപ്പൊ എന്ത് ചെയ്തു, ഈ വെള്ളം ഇതിന് മുകളിലുള്ള വെള്ളം മാത്രമേ താഴേക്ക് വരുള്ളൂ. ബാക്കിയുള്ള വെള്ളം എന്ത് ചെയ്യും, അതിനുള്ളിൽ നിൽക്കും. ആദ്യം ഒഴിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ട് കേട്ടോ, ഇതിൽ നിറച്ച വെള്ളം അങ്ങനെ കിട്ടിക്കൊണ്ടു. ഓക്കെ, ഇനി അടുത്തടുത്തു ഇതൊന്നുമില്ല, ഇതിന്റെ ഉള്ളിലൊരു പൈപ്പ് ഫിറ്റ് ചെയ്തു. ഒരു പൈപ്പ് ഇവിടെ ഒരു ചെറിയ ദ്വാരം ഇട്ടിട്ടുണ്ട് ഭാഷ കേട്ടോ. അപ്പൊ വായു ഇതിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൽ വെള്ളം പുറത്തേക്ക് വരും. പിന്നെ ആദ്യം ഒഴിക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് വരും. പിന്നെ ആദ്യം വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെള്ളം പുറത്തേക്ക് വരും. കേട്ടാ? അപ്പൊ ഈ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇതില് വെള്ളം ഇതിന്റെ നടുക്കുള്ള പൈപ്പിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നതാണ് ഈ ഒരു പരീക്ഷ. ഓക്കെ, സ്കൂളിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ, ലഘു പരീക്ഷണങ്ങൾ കുട്ടികളുമായിട്ട് സംവദിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നാണ്. അപ്പോൾ ഇത്തരം ലഘു പരീക്ഷണങ്ങൾ കുട്ടികൾ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് ചില ശാസ്ത്ര ബോധങ്ങളും പിന്നീട് ചെയ്യാനുള്ള ശാസ്ത്ര പരീക്ഷണങ്ങളോട് താല്പര്യം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഈ ഭാഗത്തിൽ നമ്മുടെ പാഠഭാഗത്തിൽ ഇത്രയും പരീക്ഷണങ്ങൾ പാഠഭാഗത്തിൽ അത്തരം പരീക്ഷണങ്ങളാണ് ഏകദേശം 10-20ഓളം പരീക്ഷണങ്ങൾ കുട്ടികളെ ഇങ്ങനെ പരിശീലിക്കുന്നത്. കുട്ടികളെ സ്വാഭാവികമായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി കുട്ടികൾക്ക് ഉണ്ടാവും. അതിലൂടെ ശാസ്ത്ര താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ചെയ്തു വരുമ്പോൾ കാരണം അത് തന്നെയാണ്. കാരണം ഇവിടെ വിളിച്ച സമയത്ത് കാരണം കുട്ടികളുമായിട്ട് ഇത്തരം പരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക, കുട്ടികൾ അത് സ്വയം ചെയ്യാനുള്ള ഒരവസ്ഥയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കുട്ടികളെ സംഭരിക്കാൻ വേണ്ടിയുണ്ട്. ഏകദേശം ഇപ്പോൾ ഇത്തരം പരീക്ഷണ വേദികൾ എനിക്ക് തോന്നുന്നത് 10-300ഓളം പരീക്ഷണ വേദികൾ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും 6-7 കേരളത്തിൽ ഇപ്പോഴിറങ്ങിയ അടിസ്ഥാന ശാസ്ത്ര പാഠപുസ്തകത്തിൻ്റെ രചനയിൽ പങ്കെടുത്ത ഒരാളാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കുട്ടികളെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒന്ന് പിന്നെ നമ്മുടെ ശാസ്ത്രാഹിത്യ പരിഷത്തിൻ്റെ ശാസ്ത്ര വണ്ടി എന്നുള്ള ഒരു പ്രവർത്തനമാണ്. അതിലെന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെയാണ് 30 പരീക്ഷണങ്ങളോളം അവതരിപ്പിച്ചത്. അതിപ്പോൾ ഇവിടെയും ഞാൻ പറയുന്നത് ഞാൻ അവതരിപ്പിക്കുന്നതല്ല, ഇന്ന് കിട്ടിയ കുറച്ച് ഊർജ്ജങ്ങൾ കുട്ടികൾ പോയിട്ട് പൊതു സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു ശാസ്ത്രബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രവർത്തനമാണ് മുന്നോട്ട്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട വായുമർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട വായുവിൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക്. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, വായുവിന് ഭാരമുണ്ട്, ഇത്തരം കാര്യങ്ങൾ തെളിയിക്കുന്ന ചില പരീക്ഷണങ്ങൾ. ചിലപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കാര്യം, കുട്ടികൾ ഇതിന് സമാനമായ പരീക്ഷണങ്ങൾ വീടുകളിൽ നിന്നും ആക്കിയെടുക്കും. നമ്മളിപ്പോൾ ശാസ്ത്രാഹിത്യ പരിഷത്ത് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഇറങ്ങിയൊരു പുസ്തകമുണ്ട്, ശാസ്ത്ര ചെപ്പ്. 40ഓളം പരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു പുസ്തകമാണ്. ഞാനടങ്ങുന്ന ഒരു ടീമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് അത് നമ്മുടെ പരിഷത്തിൻ്റെ ഒരു ഗ്രൂപ്പ് തയ്യാറാക്കി. ആ പരീക്ഷണങ്ങളുടെ ബുക്ക് തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഈ പരീക്ഷണങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തിയ ഒരു പുസ്തകമാണ് ശാസ്ത്ര ചെപ്പ്. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വീടുകളിലെ കുട്ടികൾ ഈ ശാസ്ത്ര ലാബ് ഒരുക്കുക എന്നുള്ളതാണ്. ഇത്തരം താല്പര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. കൂടാതെ ഈ അന്ധവിശ്വാസങ്ങൾ പിന്നീട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ആദ്യം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത് പൊട്ടാസ്യം പെർമാനന്റ് ഗ്ലിസറിനും യോജിക്കുമ്പോഴുള്ള ഉണ്ടാകുന്ന ഒരു പരീക്ഷണമാണ്. എനിക്ക് തോന്നുന്നു ഇത് കുട്ടികളിൽ ശാസ്ത്രബോധം ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരം കാര്യങ്ങൾ ശാസ്ത്ര കാര്യങ്ങൾ തന്നെ മറ്റ് അന്ധവിശ്വാസങ്ങൾക്കും മറ്റ് പ്രവർത്തനങ്ങൾക്കും ഉപയോഗപ്പെടുമ്പോഴും നമ്മുടെ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ ശാസ്ത്രീയ മനോഭാവം കുട്ടികളിൽ എത്തിക്കാനാണ് ഇതിൻ്റെ ഏറ്റവും ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് കരുതുന്നത്. ബലൂൺ എടുക്ക ഇങ്ങനെ ബലൂൺ എഴുതാ പിടി എന്റെ കൈയോടെ അടിക്കുമ്പോ തന്നെ ബലൂൺ വലുതായി അല്ലേ? കൈയോടെ അടിക്കുമ്പോ തന്നെ ബലൂൺ വലുതായില്ലേ? ഇതെങ്ങനെയാണ് ഇതിന്റെ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടാ. അതെങ്ങനെ ആയതിന്റെ കാര്യം അടുത്തൊരു പരീക്ഷണത്തിലൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഒരാൾ ഇങ്ങോട്ട് വാ.
പോവാത്ത ഒരാൾ വരണം കേട്ടാ. ഇനി എങ്ങനെ ബലൂൺ വലുതായതിന്റെ കാര്യം ഇവൻ പറയും. ഈ ബലൂൺ ഒന്ന് നേരെയാക്കിയാൽ അപ്പൊ കണ്ടല്ലോ. ഇതെന്നാ മാഷ് ചെയ്തിനേ അറിയാം. എന്നാ കാര്യം പറയണ്ടേ? വേണ്ട പറയണ. ഒരു കാര്യമില്ല, ഞാൻ ഈ സാധനം മനസ്സിച്ചിട്ട് ആരെങ്കിലും അറിയുന്നോ ഒരു ഉപ്പൊടിയല്ല കൊടുത്തിട്ട കൈ. നിന്റെ പേരെന്താണേ? ഫൈസൻ. ആള് ചോറ് കേട്ടാ. കേട്ടാ കയ്യടി കൊടുത്തിട്ടല്ലേ. വിനാഗിരി പറയും, അസറ്റിക് ആസിഡ് എന്ന് സയൻസിൽ പറയും കേട്ടാ. ഇഷ്ടപ്പെട്ട അപ്പക്കാരെന്ന് പറയും. ഈ അപ്പക്കാരും വിനാഗിരിയും കൂടിച്ചേരുമ്പോ ഒരു വാതകം ഉണ്ടാവും. നമ്മൾ പുറത്തേക്ക് വിടുന്ന വാതകം, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ, പുറത്തേക്ക് വിടുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാവും. ഈ വാതകമാണ് ഈ ബലൂണിന്റെ വലുതാക്കി. ഞാൻ എന്ത് ചെയ്തു പറയാം, ഈ ബലൂണിൽ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ വിനാഗിരി ചെറിയ ഇതിൽ ഇവരോട് പറഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കി ഇതിൻ്റെ ഉള്ളിലിട്ടു. മനസ്സിലായില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു, അപ്പക്കാരും ഇട്ടു. അത് അടിക്കുമ്പോ എന്ത് ചെയ്തു, ആ വിനാഗിരിന്റെ ഇട്ട് വെച്ച ചെറിയ ഇത് പൊട്ടി. അപ്പൊ ഇത് രണ്ടും റിയാക്ഷൻ ആയിട്ട് എന്ത് ചെയ്തു, ഇതിന്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് നടന്നു. എന്താ ഇതിന്റെ ഉള്ളിലുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെയാണ് കൊടുത്തു ഈ ബലൂണും വലുതായി. മനസ്സിലായില്ലേ? ബലൂണ് വലുതായത് വലിയ ബലൂണായി വേറെ. ഓക്കെ, ഇനി അടുത്ത പരിപാടി നടത്തിക്കൂടെ? മഴ പെയ്യട്ടെ ഒന്നായി ഇവൻ മഴ പെയ്യും കേട്ടാ. ഓന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട്. ഓ മഴ പെയ്യണമെന്ന് നിങ്ങൾ പറയണം. പറഞ്ഞാൽ ഒച്ചത്തിൽ പറയണം. മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴ പെയ്യും. ഓക്കെ, പൊതിച്ചോളൂ. നിർത്തി, മഴ നിർത്തി. ഇതിനുള്ളിലൊരു ദ്വാരമുണ്ട്. എല്ലാരും കണ്ടെത്തുന്നുണ്ടേ. പിടിച്ചു. ഇനി എന്ത് ചെയ്യാ, പെയ്യട്ടെ പറയുമ്പോ നിക്കെന്ന് പറയുന്നത് ഇവിടെ നിന്നു അല്ലേ? ഇനി പെയ്യട്ടെ പറയുമ്പോ ഇതാ ഇതാ വേണ ഇത് വേണ. അപ്പൊ ഇനി ഇത് വീട്ടിൽ പോയിട്ട് എല്ലാരും ആക്കി തരാൻ പറയാം കേട്ടാ. വീട്ടിൽ ഇതേപോലെയുള്ള ഒരു പാത്രം എടുക്കുക. പാത്രം എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. വീട്ടിൽ പോയിട്ട് വീട്ടുകാരോട് പറയുക ഇതേപോലെ കുറേ ദ്വാരം ഇടുക. ഈ ഭാഗത്ത് ഒരു സ്വിച്ച് പോലെ ഒരു ദ്വാരം ഇടുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന് പാത്രത്തിൽ നിറയെ വെള്ളം നിറക്കും. മാഷ് വെള്ളം നിറക്കുന്നുണ്ട്. ഇതിന് വെള്ളം നിറഞ്ഞു. അപ്പൊ ഇതും വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് പറയുന്ന പരീക്ഷണത്തിന്റെ ഒരു ചെറിയൊരു ഐക്യം. ഇതിനേക്കാൾ മാഷിനെ വെച്ചാലോ എന്ത് ചെയ്തു, ഇവിടെ ദ്വാരമുണ്ട്. വായു കയറുമ്പോ വെള്ളം താഴിക്കും. ഇനി ഇത് പൊത്തുമ്പോ ചെയ്തു വായു പോകുന്നത് നിന്നു അല്ലേ? റെഡിയല്ലേ? അപ്പൊ ഇത് പോയിട്ട് എല്ലാരും വീട്ടിലാക്കുക കേട്ടാ. ഈ സാധനം ആക്കാൻ പറ്റിയൊന്നുണ്ടാ ഇല്ല. ദാലും ഇതിന്റെ മുകളിൽ ഒരു ചെറിയൊരു ഇത് ആക്കിയാൽ മതി. ഓക്കെ, റെഡി. ചോദിച്ചു കൊടുത്തത് ആ പാത്രത്തിൽ. ഇനി റെഡി. ഇനി ഈ ഗ്ലാസ്സിൽ ചോദിച്ചേട്ടെ. ഇതിങ്ങനെ കാണണേ. ഇതിങ്ങനെ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ മുകളിൽ മാത്രം പിടിച്ചാൽ മതി. ഇങ്ങനെ ഓക്കെ. ശരി. ഇനി നീ ഈ ഗ്ലാസ് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ മുകളിൽ മാത്രം. ഈ ഗ്ലാസ്സിലൊന്നുമില്ല കേട്ടാ, കാണുന്നില്ലേ? ഇനി ഇതിങ്ങനെ പിടിക്കും. ശരി, ഒന്ന് കുറച്ച് വെച്ചേട്ടെ. ഇനി ആ ഗ്ലാസ് കാണിച്ചു കൊടുത്തേ. ആ ഗ്ലാസ് മാജിക് ഗ്ലാസ് ആണ്. അതിന് വെള്ളം ഒഴിച്ചാൽ എല്ലാ കളറും മാറും. ഒന്നും കൂടി ഒഴിച്ച് എടുക്കേണ്ടി കുറച്ച്.
ഇനി മറ്റേതിൽ വെച്ചാൽ മറ്റേതിൽ കുറച്ച് വെച്ചാൽ ഇനി അവിടെ വെക്കിതാണ്ടോ മാഷി ഈ കളറിൽ കണ്ടോ ഇതിൽ വെക്കുമ്പോ കണ്ടോ കംപ്ലീറ്റ് നിറം മാറി അല്ലേ എല്ലാം നിറം മാറി. ഇനിയോ മാഷ് നേരത്തെ ഇതില് കഞ്ഞിവെള്ളം ഉള്ളത് ഇനി കഞ്ഞിവെള്ളത്തിൽ വെച്ചേരം ഇനി കഞ്ഞിവെള്ളം ഇതിൽ വെച്ചേരം ഇതിലെ നിറവും നീല കളറും മാറിക്കൊണ്ടിരിക്കും. ഇത് ഇനി ഒന്നും ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ ഒന്നും ഒരു കളറും ഉണ്ടാവില്ല. നേരത്തെ കഞ്ഞിവെള്ളത്തിന്റെ കളർ നേരത്തെ നീല കളറിന്റെ ഇല്ല. ഈ ഇരുമ്പിന്റെ കഷ്ടിയുടെ ചൂടാക്കിയിട്ട് പിന്നെ കുറെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചൂടിങ്ങനെ ഇങ്ങോട്ട് വരും അല്ലേ? അത് താപം സഞ്ചരിക്കും. മനസ്സിലായില്ലേ? ഇരുമ്പിലല്ലോ താപം സഞ്ചരിക്കും. അങ്ങനെ ദ്രാവകത്തിലും താപം സഞ്ചരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് നമ്മള് ആ 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒരു പേരുണ്ട്, സംവഹനം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ചൂടായ ദ്രാവകങ്ങൾ മുകളിലേക്കും തണുത്തത് താഴേക്കും പോകും. കണ്ടോ? ഇപ്പൊ മാഷ് ഒരു ഗ്ലാസ്സില് വെള്ളം എടുത്തിട്ടുണ്ട്, അത് ചൂടുവെള്ളം. ആ ചൂടുവെള്ളത്തിൽ കളർ കൊടുത്തു. ഇനി കണ്ടോ, ഇത് തണുത്ത വെള്ളം. മനസ്സിലായത്? ഈ 2 പൈപ്പ് വെച്ചിട്ടുണ്ട് മാഷ്. ഇനി നോക്കൂ, മാഷ് സ്ക്രീനിൽ നോക്കണം. ഇതിന്റെ മുകളിലേക്ക് വെച്ചു. കാണുന്നുണ്ടോ? എന്നാ കാണുന്നേ? ആ ചൂടായ വെള്ളം അടുത്തേക്ക് പോകുന്നുണ്ട്, മുകളിലേക്ക് പോകുന്നുണ്ട്. ആ മറ്റേ കുഴലിലൂടെ എന്ത് വെള്ളം വരുന്നുണ്ട്? തണുത്ത വെള്ളം താഴേക്ക് വരുന്നുണ്ട്. ഇത് വലിയ ക്ലാസ്സിലെത്തിയാൽ നിങ്ങൾ പഠിക്കും. മനസ്സിലായല്ലോ? നമ്മൾ സാധാരണ കമ്പി ചൂടാക്കുമ്പോൾ കണ്ടില്ലേ, ഒരു ഭാഗത്ത് ചൂടാക്കുമ്പോൾ ചൂട് നേരെ അതിന് ചാലനം എന്നാണ് പറയുന്നത്. ഇത് സംവഹനം എന്ന് പറയും. ചൂടായ ദ്രാവകങ്ങൾ നേരെ മുകളിലേക്കും തണുത്തത് താഴേക്കും പോകും. മനസ്സിലായല്ലോ? കാണുന്നില്ല എല്ലാവർക്കും? ഓക്കെ. ഇതാണ് കേട്ടാ, നോക്കണേ ജോറതിനെ കയ്യിൽ പിടിച്ചു. അങ്ങോട്ടോ വീഡിയോ നോക്കുന്നത്. ഇത് കൈയെടുക്കുന്ന ഇതേപോലെ മുകളിലേക്ക് വരും കേട്ടാ. ഇനി ഇതാ കൈ വെച്ചിരുന്നത് ഏത് അവ എന്നാണെന്നില്ല പരിപാടി സാധാരണ ഇങ്ങനെ കൈ മുകളിലേക്ക് വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇനി ഇതെങ്ങനെയാ തയ്യാറായത്? എന്താ ഓക്കെ. അപ്പൊ നോക്കുക, ഇതേപോലത്തെ ബോട്ടിൽ വീട്ടിലുണ്ടാ? ഇതിന്റെ താഴെ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കാം. റെഡിയല്ലേ? ഇവിടെ ചെറിയ ദ്വാരം, താഴെ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കാം. ഒന്നുമില്ല, ഈ ബാക്ക് നോക്കുന്നുണ്ട്, ഇതൊന്നും ആക്കി കൊടുക്കണം. ഇത് വീട്ടിൽ ഒന്നുമില്ല. ഇതേപോലത്തെ ബോട്ടിൽ എടുക്കുക, എന്നിട്ട് താഴെ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കാം. ബോട്ടില് കുറെ ദ്വാരം ഉണ്ടാക്കാം സൂചി കൊണ്ട്. എന്നിട്ട് ഇതിനുള്ളിൽ ബലൂണ് വെച്ചിട്ട് ഞാനിങ്ങനെ ഊതുമ്പോ ഇതിന് ബലൂണ് നടക്കും. ബലൂണില് ആരാ പറഞ്ഞത്? യാ മോനെ കലക്കിനി കേട്ടാ. ലേശം എന്ത് ചെയ്യാ? വെള്ളം ഒഴിക്കുക. ബുദ്ധിമുട്ടുണ്ടാ? നിനക്കെല്ലാം അറിയുന്നുണ്ട്. അയ്യോ ഭയങ്കര സൂപ്പർ. മൂടിയിടും കേട്ടോ. ഇത്രയും വേണ്ടു. ഇത്ര ഇട്ട് കഴിഞ്ഞാല് ഈ മൂടി കൈ തുറക്കുമ്പോ എന്നാ പറ്റില്ലേ? കൈ തുറക്കുമ്പോ വായു കയറും അല്ലെ? വായു കയറുമ്പോ ഈ ബലൂൺ എന്ത് ചെയ്യും? തള്ളും. ആരാ പറഞ്ഞത്? എന്റെ മോനെ തള്ളും. അപ്പൊ വെള്ളം മുകളിലേക്ക് പോകും അല്ലെ? അപ്പൊ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഇതേപോലെ നമ്മൾ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കില് സാധാരണ നമ്മൾ പിന്നെ വിവിധ തരം ചലനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ നേരെ പിന്നെ ഫാൻ തിരിയുന്ന ചലനം, നേരെ ഒരു മാങ്ങ താഴേക്ക് വീഴുമ്പോൾ നേർരേഖാ ചലനം എന്ന് പറയും അല്ലേ? വട്ടത്ത് തിരിയുന്ന ചലനങ്ങൾ പറയുന്നുണ്ട്, വൃത്താകൃതിയിലുള്ള ചലനങ്ങൾ പറയുന്നുണ്ട്, പിന്നെ ചിലത് വിറക്കുന്നുണ്ട്, കമ്പനം എന്ന് പറയും. അപ്പൊ എല്ലാ ചലനങ്ങളെയും കുറിച്ച് പഠിച്ചതിന് ശേഷം
ഒരു പിന്നെ കളിപ്പമ്പരം ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇത് ഇതേപോലെ ഒന്നുമില്ല, ഒരു ഇതിന്റെ താഴെയുള്ള ബോൾ ആയിരിക്കും. പരിചയമുണ്ടോ ഇത്? അറിയാല്ലേ? ഇതാ ഒരു ബോട്ടിൽ എടുത്തിട്ടുള്ള ഇതാ, ഇത് ഇങ്ങനെ, ഇതിലൊന്നുമില്ല. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതില് സാധാരണ ഇതിന്റെ നടുക്ക് ഈ ബോട്ടിലെടുത്തു, ബോട്ടിലിന്റെ സൈഡിൽ ഒരു ദ്വാരം ഉണ്ടാക്കി, താഴെ ഒരു ദ്വാരം ഉണ്ടാക്കി, ഒരു കമ്പി, എന്നിട്ട് എന്ത് ചെയ്തു? ഇതെന്നാ സാധനം എന്ന് മനസ്സിലായിനാ? ബോട്ടിലിന്റെ തല മുറിച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയത്. പേനാക്കിയിട്ട് വെച്ചു, ബോട്ടിലിന്റെ മുകളിൽ വെച്ചു. അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യാം? ഇതും ഇതേപോലെ ഒരു പഠനോപകരണമായിട്ട് നമുക്ക് ചലനത്തിന്റെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഈ സയൻസിന്റെ പരീക്ഷണങ്ങളെല്ലാം ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്ന പരീക്ഷണമല്ലേ, അതിന് ചിലതെല്ലാം വീട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നല്ല അങ്ങോട്ട് ബലൂണെല്ലാം വാങ്ങിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെ? ചെയ്യണ്ടേ? ചെയ്തു നോക്കേ. അപ്പൊ അങ്ങനെ ഒരു ചെയ്യുന്ന ഒരു കുഞ്ഞിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞി, ലക്ഷ്മി. ആ കുഞ്ഞി ഇങ്ങനെ സയൻസിന്റെ പരീക്ഷണങ്ങളെല്ലാം കാണിച്ച സ്ഥലത്ത് എല്ലാ സ്ഥലത്തും കണ്ടു കഴിഞ്ഞാല് വീട്ടിൽ പോയിട്ട് അതേപോലെ ചെയ്തു നോക്കും കേട്ടാ. അപ്പൊ ആ വീട്ടില് കുഞ്ഞി, ആ ലക്ഷ്മിന്റെ അമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വീട്ടിൽ. ഒരു വയലിന്റെ അക്കരെയാണ് അവരുടെ വീട്. അവരുടെ അച്ഛനമ്മയിലും ദുബൈയിലായിട്ട്. ഇവർ ഈ വയലിന്റെ ഇക്കരയില്ല ഒരു പാലാട്ടന്റെ വീട്ടിൽ പോയിട്ട് രാവിലെ പാല് വാങ്ങണം. എന്ത് വാങ്ങുമ്പോ? ഒരു ഗ്ലാസ് പാലേ എനിക്ക് വേണ്ടു. ഇവർ രണ്ടാളും ഒരു ദിവസം പാല് വാങ്ങിയിട്ട് ഒരു ഗ്ലാസ്സിന് പാലിനെല്ലാം എന്ത് കയറും? വെള്ളം കയറും. പക്ഷെ എന്ത് ചെയ്തു പറയാ, ലക്ഷ്മി നല്ല സയൻസ് പഠിച്ച ആളാണ്. പെട്ടെന്ന് അമ്മൂമ്മ പിന്നെ മേലിലൊരു മുണ്ട് പൊറിച്ചിട്ടുണ്ട്. അമ്മൂമ്മന്റെ മേലില് മുണ്ട് പെട്ടെന്ന് പിടിച്ചു വാങ്ങിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? എന്നാ വല്യമ്മ അത് കൊണ്ടാവിട്ട് ഈ പാലിലെ വെള്ളം ഇങ്ങനെ ചുറ്റി, നിറയെ പാലിലെ വെള്ളം ചുറ്റിയിട്ട് ഇത് ഇതേപോലെ പാലിൽ വെച്ചിട്ട് നടന്നു. ഇത് വെള്ളം ഉണ്ടാകും ഉണ്ടാ? നീ ഒന്ന് അടുത്ത് നോക്കട്ടെ, ഇത് മുറ്റി നോക്കണം. ഇനി തുറന്നിട്ട് ഇനി ഇത് തുറന്നു നോക്കിയിട്ട് ഉണ്ടല്ല, വെള്ളമുണ്ട്. അപ്പൊ വെള്ളം താഴേക്ക് പോകുന്നില്ല അല്ലെ, വെള്ളമുണ്ട്. അപ്പൊ ഈ സൂത്രം ഉപയോഗിച്ചു എന്നാ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇതാ ഇതില് ഗ്ലാസ്സില് ഇതാ ഇതിട്ടു. അപ്പൊ വീട്ടിൽ പോയപാട് ഒരു ഗ്ലാസ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടാ. ഇങ്ങനെ ഇങ്ങനെ ആക്കണം കേട്ടാ. വീട്ടിൽ പോയപാട് ഓക്കെ, റെഡി? എല്ലാരും ചെയ്തത് കൈ എടുക്കട്ടെ എല്ലാരും. ഇത് വീട്ടിൽ നിന്ന് പരിശീലിക്കുക. എന്നിട്ട് അങ്ങനെ നല്ല ചെയ്യുന്ന കുട്ടികൾക്ക് നമുക്ക് സ്കൂളിൽ അവസരമുണ്ട് കേട്ടാ. ചെയ്ത് തന്നെ കാണിക്കുക, എന്നാല് നമുക്ക് സ്കൂളിൽ വെച്ചിട്ട് അതുപോലെ ചെയ്യാം. ആഗ്രഹമാണ് മനസ്സിന് നിറമില്ല മഴവില്ലുണ്ടോ, മണമില്ലാത്തൊരു മലരുണ്ടോ, കയ്യിലില്ലാത്തൊരു കരളുണ്ടോ. എന്നിങ്ങനെ ഏത് നിറം മഴവില്ലിന് ഇതിനകത്ത് പ്രാണമാണ്. നിറം മലരിതലിന്, പാൽനിറമാണ് നിലാവിന്, ആ നിറമാണ് മനസ്സിന്. സന്തോഷം പൂണ്ടിരുന്ന ഡാൻസ് കളി, സന്തോഷം പൂണ്ടിരുന്ന സത്യമായിരുന്ന സന്തോഷം പൂണ്ടിരുന്ന ഡാൻസ് കളി, സന്തോഷം പൂണ്ടിരുന്ന പൊട്ടിച്ചിരി,
സന്തോഷം പൂണ്ടിരുന്നാൽ സത്യമായിരുന്നാൽ സന്തോഷം പൂണ്ടിരുന്നാൽ കൂക്കിവിളി സന്തോഷം പൂണ്ടിരുന്നാൽ കയ്യടേ സന്തോഷം പൂണ്ടിരുന്നാൽ വിരഞ്ഞുടേ സന്തോഷം പൂണ്ടിരുന്നാൽ മുട്ടിനടേ സന്തോഷം പൂണ്ടിരുന്നാൽ ഡാൻസിടേ സന്തോഷം പൂണ്ടിരുന്നാൽ പൊട്ടിച്ചിരേ ജനതയിലെങ്ങോട്ട് യാത്ര ജാതിയിലേക്കോ പോയിക്കോട്ടെ ജനതയിലെങ്ങോട്ട് യാത്ര ജാതിയിലേക്കോ പോയിക്കോട്ടെ ജാതിയിലേക്കോ പോയിക്കോട്ടെ എത്ര പേർ രണ്ട് പേരായി ഒത്തുചേരുവിൻ എത്ര പേർ ഒറ്റ പേരായി ഒത്തുചേരുവിൻ എത്ര പേർ 16 പേരായി ഒത്തുചേരുവിൻ അച്ഛൻ വലിയ ഒപ്പിക്കണമല്ല ആദ്യം കളി മനസ്സിലാക്കാനേ കളി മനസ്സിലാക്കാം കളി മനസ്സിലായോ കൈകളെല്ലാം കുടഞ്ഞല്ലോ കൈ കുടഞ്ഞു കാൽ കുടഞ്ഞു നീ വരുന്ന നേരം സമാനമായി പാൽക്കടലിന്നോളങ്ങളെ തള്ളിലേക്ക് വരുമോ കയ്യടി പാൽക്കടലിന്നോളങ്ങളെ തള്ളിലേക്ക് വരുമോ സമ്മാനമായി നിനക്കൊരു വെള്ളാമ്പൂവ് താരാ വെള്ളാമ്പൂവ് താരാ